ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അങ്ങനെ നീണ്ട ഒരു 2 മാസത്തിന് ശേഷം ഞാൻ ലോങ് വീഡിയോ ആയിട്ട് വന്നേക്കാണ്. നിങ്ങൾ തമിഴിൽ കണ്ട പോലെ ഓട്സ് ഇൻ മൈ ബാഗ് ആണ് ചെയ്യുന്നത്. ഈ ബാഗ് നിങ്ങൾ മുന്നേ കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരും സ്കിപ്പ് അടിച്ച് പോകണ്ട, കാരണം ഇതിലൊക്കെ പുതിയ പ്രൊഡക്ട്സ് ആണ്. ഈ ബാഗ് ആക്ച്വലി ഞാൻ ഫ്ലിപ്പിൽ നിന്ന് വാങ്ങിച്ചത് കേട്ടോ. 3 ബാഗ് ഉണ്ടായിരുന്നു, വാഷ് ബാഗിന്റെ. ഇതെന്റെ ഏറ്റവും ചെറിയ സൈസാണ്. ഇനി 2 സൈസും കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിൽ ഏറ്റവും വലുത് എന്റെ ഹോസ്റ്റലിലാണ്. എന്റെ മീഡിയം സൈസ് ഞാൻ വീട്ടിൽ കൊണ്ടുവരാറുണ്ട്. അതിൽ മറ്റേ കുറച്ച് വലിയ ബോട്ടിൽസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിലാണ് വെക്കാൻ. എനിക്ക് ആക്ച്വലി ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് തോന്നിയൊരു ബാഗാണ്. അപ്പോ നമുക്ക് ഇതിന്റെ അകത്ത് എന്താണെന്ന് നോക്കാം. പിന്നെ ഇല്ല, ആദ്യം തന്നെ പറയാം, ഇതിൽ വലിയ പ്രൊഡക്ട്സ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന കുറച്ച് മോയ്സ്ചറൈസർ, കുറച്ച് സൺസ്ക്രീൻ, ലിപ്സ്റ്റിക്ക്, ലിപ് ബാം, അതൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ. ഞാൻ ഭയങ്കര വലിയ മേക്കപ്പ് ഒന്നും ചെയ്യുന്ന കൂട്ടത്തിലല്ല. അതുകൊണ്ട് തന്നെ അത്രയും സാധനങ്ങളൊന്നും നിങ്ങൾ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കരുത്. സോ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഈ കാണുന്ന സൺസ്ക്രീൻ, ഇത് ആക്ച്വലി അക്വാലോജിക്കലിന്റെ ഒരു ഇലൂമിനേറ്റഡ് ഡ്യൂ സൺസ്ക്രീൻ ആട്ടോ. ഞാൻ മുന്നേ ഉപയോഗിച്ചിരുന്ന മിനിമലിസ്റ്റിന്റെ ആണ്. അത് തേച്ചിട്ട് എനിക്ക് ഭയങ്കര ഓയിലി പോലെ സ്കിന്ന് തോന്നിയിരുന്നു. ആക്ച്വലി എൻ്റെ നോർമൽ സ്കിൻ ആട്ടോ. അതിനുശേഷമാണ് ഞാൻ ഈ ഒരു സൺസ്ക്രീൻ മേടിച്ചത്. ആക്ച്വലി അടിപൊളി സാധനമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര സ്കിന്നിൽ അലിഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ തന്നെ നോൺ സ്റ്റിക്കും അല്ല, അതുപോലെ തന്നെ വൈറ്റ് കാസ്റ്റും ഇല്ല കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ മേടിച്ചു, അടിപൊളി സാധനം. പിന്നെ രണ്ടാമത്തെ എന്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസർ ആണ്. ഇത് ഓർഡിനറിന്റെ ഒരു മോയ്സ്ചറൈസർ ആണ്. ഇത് ആക്ച്വലി എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അടിപൊളി സാധനം കേട്ടോ. ഇതിന്റെ കഴിയാറായി, ഒരു ചെറുതും കൂടെ ഉള്ളൂ. അടുത്തതാണ് ദേ കാണുന്ന കൺസീലർ. ഞാൻ ഇതിനെ കൊണ്ടൊന്നും വലിയ ഉപയോഗമൊന്നുമില്ല, ഞാൻ അങ്ങനെ ഉപയോഗിക്കാത്തൊന്നുമില്ല. ചുമ്മാ മേടിച്ച് വെച്ചേക്കുന്ന. പിന്നെ എക്സാമിന്റെ സമയമൊക്കെ ആയപ്പോൾ എനിക്ക് ഒരുപാട് ഡാർക്ക് സർക്കിൾസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറവാണെന്ന് അല്ലേ, ഇപ്പോഴും ഉണ്ട്. എന്നാൽ ആ സമയത്തൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഫേവറേറ്റ് മസ്കാര, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മസ്കാര. ഞാനിപ്പം കണ്ണില് ഒരു കരിയൊന്നും വരച്ചിട്ടില്ലെങ്കിൽ ഞാൻ മസ്കാര ഇടും, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ലിപ് ബാം, ഹിമാലയന്റെ ലിപ് ബാം, ഡോട്ട് ആൻഡ് കീന്റെ ലിപ് ബാം. ഇത് രണ്ടും ഭയങ്കര ജീവനാണ്. പിന്നെ ഇത് ആക്ച്വലി തീർന്നു. എന്റെ ഫേവറേറ്റ് ലിപ് ടിന്റ് ആണ്. ഇതിന്റെ റിവ്യൂ ഞാൻ ഇട്ടിട്ടുണ്ട്. മാൾസിന്റെ 3 വോട്ട്സ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡ്. ആക്ച്വലി അടിപൊളിയാണ് ഗൈസ്. ലിപ്സ്റ്റിക്, ഇതിനെ എനിക്ക് പറഞ്ഞുതരാൻ വാക്കുകളിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടം. എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് ആണ് ഇത്. ഫേസസ് കാനഡയുടെ ആ ഷെയ്ഡാണ് ഇപ്പം എൻ്റെ ചുണ്ടിലും കിടക്കുന്നത്. നിങ്ങൾക്കൊരു ഇൻസ്റ്റഗ്രാമറിനെ അറിയാമോ, ഡുണ്ടു എന്ന പേര്. ആ പുള്ളിക്കാരിൻ്റെ ലിപ് ഷെയ്ഡാണ്. എനിക്ക് അത് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ മേടിച്ചതാ. എനിക്ക് അടിപൊളി സാധനം, എനിക്ക് ഭയങ്കര ഇഷ്ടം. പിന്നെ ഐലൈനർ, പിന്നെ കാജൽ. ആക്ച്വലി ഇതൊക്കെ ഞാൻ എന്തിനാ മേടിച്ച് ചെയ്യുന്നത് എനിക്കറിയില്ല, ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഐബ്രോ വരയ്ക്കുന്ന എന്താ പറയുന്നതിന്, ഐബ്രോ പെൻസില്. പിന്നെ ഈ 2 ലിപ്സ്റ്റിക്. ഇത് തീർന്നു. ഞാൻ വെട്ടി ഇത്രയായി. എൻ്റെ വേറൊന്ന് മേടിച്ചു, അതും വെട്ടി ഇത്രയായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ 2 ലിപ്സ്റ്റിക്ക്. ഇത്രേ ഉള്ളൂ ഗൈസ് ആ ബാഗിൽ. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഞാൻ വലിയ ഫൗണ്ടേഷനും അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് അതൊന്നും എൻ്റെ കയ്യിലില്ല. പിന്നെ പണ്ട് ഈ ഐഷാഡോ പാലറ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഡേറ്റ് കഴിഞ്ഞപ്പോൾ അത് പോയി. അതുപോലെ തന്നെ ഹൈലൈറ്റർ ഉണ്ടായിരുന്നു, അതിൻ്റെയും ഡേറ്റ് കഴിഞ്ഞ വിവരം ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം പുറത്തു പോകാൻ വേണ്ടി ഇട്ടപ്പോഴാണ് പറഞ്ഞത്. അപ്പം അത്രേ ഉള്ളൂ വാട്ട്സ് ഇൻ മൈ ബാഗ്. ഭയങ്കര കുറവായി തോന്നിയില്ലേ? പക്ഷെ ആക്ച്വലി ഇത്രേ ഉള്ളൂ. എക്സ്ട്രാ ആഡ് ആക്കാൻ മാത്രം ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഡേറ്റ് കഴിഞ്ഞ സാധനമൊക്കെ ഞാൻ ചുമ്മാ വീഡിയോയിൽ കാണിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ആ ഹൈലൈറ്റർ ഒന്നും കാണിക്കാത്ത. അപ്പം അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ എനിക്ക് മെയിലിലോ എന്തെങ്കിലും അയച്ചിട്ട് പറയാം. പിന്നെ ഞാൻ ഇങ്ങനെ കമന്റ് കണ്ടിരുന്നു, എൻ്റെ കോളേജ് ലൈഫിന്റെ വീഡിയോസ് അങ്ങനെ ഇടുവോ അങ്ങനെ ചോദിച്ചിരുന്നു. ആക്ച്വലി അങ്ങനെ ഡെയിലി ലൈഫായിട്ട് കോളേജിൽ കാണിക്കാൻ മാത്രമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഒന്നും ഇടാണ്ടിരുന്നത്. ഇനിയിപ്പോൾ കോളേജിൽ പോകുമ്പോൾ അവിടെ കുറേ പരിപാടി വരുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ഷോർട്സ് ആയിട്ടോ ലോങ് വീഡിയോ ആയിട്ടോ ഒക്കെ ഞാൻ ഇടുന്നതായിരിക്കും. എങ്ങനെയെങ്കിലും ഇടാം. പിന്നെ അപ്പം അത്രേ ഉള്ളൂ. വീട് നിർത്താല്ലേ. നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അത്രേ ഉള്ളൂ.